അസിത, കണ്ണൂരിലെ പൊതുവെയുള്ള ഒരവസ്ഥ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് ചൂട് എത്രമാത്രം അനുഭവപ്പെടുന്നു? ബാരോമീറ്ററിൽ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുന്നുണ്ടോ? തീർച്ചയായും എന്തായാലും പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ്. നാളെ ഇനിയിപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലേക്ക് എല്ലാ മുന്നണികളും കടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ പരമാവധി ആളുകളിലേക്ക് എത്തി ഏറ്റവും കളറാക്കാനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങൾ ഏറ്റവും കളറാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും ഉള്ളത്. ഇന്നിപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റോഡ് ഷോ കണ്ണൂരിൽ നടക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. അതിൽ പരമാവധി ആളുകൾ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ കളറാക്കാൻ LDF ക്യാമ്പ് ഒരുങ്ങിയിട്ടുണ്ട്. ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് എത്തുന്ന ദിവസങ്ങൾ കൂടിയാണല്ലോ ഇന്ന്. ഇന്ന് പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസ് ക്യാമ്പിന് UDF ക്യാമ്പിന് ആവേശമായി കണ്ണൂർ ജില്ലയിലുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി ഇന്ന് ഇവിടെയുണ്ട്. ഞാനിപ്പോൾ രാവിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇവിടെയുള്ളവർ രാഷ്ട്രീയം പറയുന്നത് എന്നത് കൂടി നോക്കാം. ചേട്ടാ, എന്തായി തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ആവേശം? അടിപൊളിയല്ലേ? ആര് ജയിക്കും? ഇവിടെ കടന്നപ്പള്ളി തന്നെ ജയിക്കും. ശരി, കടന്നപ്പള്ളി തന്നെ ജയിക്കുന്നതാണ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും ഇവിടെ രാവിലെ ആളുകളൊക്കെ ഈ പലയിടത്തൊക്കെ ആയിട്ട് ജോലിക്കും ഒപ്പം തന്നെ ക്ലാസ്സും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നതിന്റെ ഒരു തിരക്കിൽ കൂടിയാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ്സാണ് ഈ റൂട്ടിൽ കൂടുതലുള്ളത്. ബസ് ഇങ്ങനെ വന്നു പോകുന്നതിനനുസരിച്ച് ആളുകളൊക്കെ അതിലിങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ചോദിക്കാം. ചേച്ചി, എന്തായി തെരഞ്ഞെടുപ്പിന് എത്തിയല്ലോ? നാളെ കഴിഞ്ഞാൽ വോട്ടെടുപ്പാണ്. എന്താ പ്രതീക്ഷ? പറഞ്ഞോ. പ്രതീക്ഷ UDF വരും. UDF വരും എന്നാണ് പ്രതീക്ഷ. അതെന്താ? ഇപ്പോഴത്തെ സാഹചര്യം UDF വരാനാണ് സാധ്യത. UDF വരാനാണ് സാധ്യത. അതെന്താ അങ്ങനെ തോന്നുന്നത്? എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഭരണത്തിന്റെ കാര്യം തന്നെ. ചേച്ചി ഏത് മണ്ഡലത്തിലാ വോട്ട്? പള്ളിക്കുന്നുണ്ട്. അഴീക്കോട് മണ്ഡലം. അഴീക്കോട് മണ്ഡലത്തിൽ ആയിരിക്കും. ശരി. അപ്പൊ ചേച്ചി വലിയ ആത്മവിശ്വാസത്തിലാണ്. ചേച്ചി പറയുന്നത് UDF തന്നെ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ സമ്മിശ്ര പ്രതികരണങ്ങൾ ജനങ്ങളിൽ നിന്നും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, നാളെയും കൂടെ കഴിഞ്ഞാൽ വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. നാളെ കൊട്ടിക്കലാശത്തിന് ആവേശത്തിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് പോകുന്നു. എന്താണ് പ്രതീക്ഷ? എല്ലാ മുന്നണികളും ജയിക്കുമെന്നാണ് പ്രതീക്ഷ. എല്ലാ മുന്നണികളും ജയിക്കുമോ? ഈ കണക്കിന് പോയാ അതെന്താ അങ്ങനെ? എല്ലാ ബാക്കിയേറിയ മത്സരത്തിൽ നടക്കുന്നു. എല്ലാ മുന്നണികളും ജയിക്കും, ആര് തോക്കുമെന്ന് ആർക്കും പറയാനൊക്കില്ല. ഇലക്ഷൻ കഴിഞ്ഞതിനേ പറയാൻ പറ്റൂ. എന്നാലും ഇപ്പോ ഭരണമൊക്കെ രൂപീകരിക്കാൻ ഏതെങ്കിലും ഒരു മുന്നണിക്കല്ലേ പറ്റുള്ളൂ. അത് ആരായിരിക്കും എന്നാ കരുതുന്നത്? അതിപ്പം 2 ദിവസം കഴിയുമ്പോൾ കണ്ടറിയാനല്ലോ. അത് ആരും നമുക്ക് പറയാനൊക്കില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഭയങ്കര ടൈറ്റ് ആണ്. അതെ, ഭയങ്കര ടൈറ്റ് ആണ്. അപ്പോൾ ചേട്ടൻ പറയുന്നത് പ്രവചനമൊന്നും സാധ്യമല്ല എന്നാണ്. എന്തായാലും ചില ആളുകളൊക്കെ ചില പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര ടൈറ്റ് ആണ് കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ചോദിക്കാം. നിങ്ങളൊക്കെ പ്രതീക്ഷ മൂന്നാമതും വരും. മൂന്നാമത് LDF വരും എന്നാണ്. എന്താ വരാണ്ടെന്നാ യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. ഖജാനയൊന്നും ഇവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. 24 അല്ലേ ഇത്? അതെ 24 പറയണ്ട പിന്നെ. ഓക്കെ ശരി ചേട്ടാ. അപ്പൊ ചേട്ടൻ പറഞ്ഞ മൂന്നാമത് അധികാരത്തിൽ വരുന്നതാണ്. ഇടയ്ക്ക് ഇടപെട്ടു തോന്നുന്നല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. അസിത അവിടെ തന്നെ നിൽക്കുക. ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. ആഷ്മി, അസിത ഒപ്പം ഉണ്ട്. അപ്പം ഞാൻ ഒരു ഓപ്പോസിറ്റ് വ്യൂയിലേക്ക് പോവാണ്. ആഷ്മി, മലപ്പുറത്ത് നിൽക്കുമ്പോൾ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മുടെ ഒരു കൊടുങ്കോട്ടകൾ എന്ന് പറയുന്ന വലിയ കൺസെപ്റ്റ് അതിന് എത്ര നാൾ കൂടി ഉണ്ടാവും എന്നറിയില്ല. ഇപ്പോൾ അത് മലപ്പുറം ആവട്ടെ കണ്ണൂരാവട്ടെ പല കോട്ടകൾ, പല വാഴ്ചകളൊക്കെ ഉണ്ടാക്കാവുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രാഷ്ട്രീയ പണ്ഡിറ്റുകൾ നമുക്ക് അതെന്തായാലും വരും ദിവസങ്ങൾ അറിയാം. എന്തായാലും ഒരു പഴയ പോലെ ഒരു അതിശക്തമായ അടിയിളക്കമില്ലാത്ത കോട്ടവാഴ്ച എന്നൊരു സങ്കല്പം ഇനി വലിയ ബുദ്ധിമുട്ടാണ് സ്കേൻ. അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണം നമുക്ക് ഉറപ്പായും വരും ദിവസങ്ങൾ ഇലക്ഷൻ ഈ പറഞ്ഞ റിസൾട്ട് വരും ദിവസമൊക്കെ നമുക്ക് ഉറപ്പായും അതിനെപ്പറ്റി വിശകലനം ചെയ്യേണ്ടി വരും. ചേട്ടാ, എന്നാ ഉണ്ട്? എന്നാ പരിപാടിനാ? ഇലക്ഷൻ വരുവാണ്. ആര് ജയിക്കുന്ന തോന്നുന്നേ? LDF or UDF? ഉറപ്പാണ്? പാർട്ടിക്കാരാണോ? ലീഗുകാരാണോ? പിന്നെ ലീഗുകാരൻ പിന്നെ UDF അല്ല LDF അധികാരത്തിൽ വരുന്നത് പറയുമോ? അപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ നല്ല ഗംഭീര കൈതച്ചക്ക. എത്ര വില? എന്തോ വില? പൈനാപ്പിൾ നമ്മുടെ കൈതച്ചക്ക വില പറഞ്ഞു. ഇതിന് ആളോട് ഇതിനകത്ത് വേറെ പേരൊക്കെ പറയും. വേറെ എന്തൊക്കെയോ ചക്ക എന്നൊക്കെ പറയും. വില പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ് മാറുന്ന വില പറയും. LDF UDF വരുള്ളൂ. കാരണം ഭരണവിരുദ്ധ തരംഗം ഉണ്ടാവില്ല. എന്തായാലും 10 വർഷം ജനങ്ങൾക്ക് വൃത്തിയില്ലേ? ഉറപ്പാണ്.
പക്ഷെ അവിടുത്തെ സി ഐ ടി ചേട്ടന്മാർ ഇല്ലെന്നാ പറഞ്ഞു. അല്ല അത് ഒരു രാഷ്ട്രീയക്കാരാണ്. കാരണം പോലെ പിന്നെ CITU ഞാൻ CPM-ന്റെ സംഘടനയായ CITU ആണ്. അവർക്ക് എന്താണ് ഈ കൂലി കിട്ടിയിട്ട് വേണ്ടേ? അങ്ങനെ തന്നെയാണ് UDF വരുള്ളൂ ഉറപ്പായിട്ടും. 100 സീറ്റിൽ വരും. 100 സീറ്റിൽ UDF വരും. ഇലക്ഷൻ റിസൾട്ട് കഴിയുമ്പോൾ ഇത് റെക്കോർഡാ. ഒരു സംശയമില്ല, ഒരു സംശയം. ജനങ്ങൾ അത്രയും വെറുത്തു. നല്ലത്. എന്താണ് പേരെന്താ? മുസ്തഫ. എന്താണ് അവസ്ഥ? എന്താണ് അവസ്ഥ? വളരെ നല്ലത്. ചായ കുടിച്ച് ഭക്ഷണം കുടിച്ചു രാവിലെ? ചായ കുടിച്ചിട്ടില്ല. കുടിച്ചില്ല, കുടിക്കണ്ടേ? കുടിക്കണം. രാവിലെ മാർക്കറ്റിൽ വന്ന ഒരു 5 മണി 6 മണി 3 മണിക്ക്. എല്ലാവരും 3 മണിക്ക് വരും. ഇവിടെ 3 മണിക്ക് തുടങ്ങും. അതല്ലേ? അപ്പൊ ഇലക്ഷന്റെ അവസ്ഥ എന്താ? ഇലക്ഷന്റെ അവസ്ഥ എന്താ? ഇടതുപക്ഷം വീണ്ടും വരും. LDF മൂന്നാമത് വരും. അവര് പറയും. പക്ഷെ 100% UDF വരും. 100 ഒരു 90-95 സീറ്റില് LDF ഭരണത്തിൽ വരും. ഉറപ്പ്. പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവും. ഉറപ്പാണോ? ആവും. ഒരിക്കലുമില്ല. LDF 3.0 VD സതീശൻ മുഖ്യമന്ത്രിയാവും. ഇനി വേറെ കാര്യമുണ്ട്. പറവൂരില് VD സതീശൻ തോൽക്കാൻ പോവാണ്. അതാ പറവൂര് വീട് തോറ്റ മുഖ്യമന്ത്രി പറ്റുന്നത് സ്വപ്നമാണ്. നടക്കാത്ത സ്വപ്നം. സ്ത്രീകൾക്ക് ഫ്രീ ആണ്. സ്ത്രീകൾക്ക് KSRTC ബസ് ഫ്രീ ആണ്. അതിപ്പോ തെലങ്കാനയിലും കർണാടകയിലും തമിഴ്നാടൊക്കെ അല്ലേ പിങ്ക് ബസ് പറഞ്ഞത് നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും പ്രകടന പത്രികയിൽ വന്നത് ഇതുവരെ നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും UDF ലീഗിന്റെ കണ്ടില്ലേ? ലീഗ് അവിടെ വീട് കൊടുത്തു. 700 കോടി കൊണ്ടുപോയിട്ട് 150 കോടിന്റെ പദ്ധതി വരെയും പൂർത്തിയാക്കിയിട്ടില്ല. എവിടെ ബാക്കി 600 കോടി മുണങ്ങി. എന്ത് കാട്ടി? പിണറായി സർക്കാർ മുണങ്ങി. അല്ല ആരാ? പെൻഷൻ പറയണ്ടേ? സ്കോളർഷിപ്പ് ഇവിടെ കിട്ടണേ. പിന്നെ കുട്ടികൾക്കല്ല സ്കോളർഷിപ്പ് ഒന്നും കിട്ടണം. നമുക്ക് നോക്കാം. എന്തായാലും നോക്കാം. അപ്പോൾ SK നമുക്ക് ഇതുപോലെ ഈ നാടിന്റെ സ്പന്ദനം പറയുന്നത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അതിന്റെ മാപിനി ഏറ്റവും നല്ലത് മാർക്കറ്റുകളാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ മഞ്ചേരി മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടാന്നോ ഇങ്ങോട്ടാന്നോ ഒന്നും കൃത്യം പിടികിട്ടുന്നില്ല. എന്തായാലും എല്ലാവരും അവരവരുടെ നിലപാടുകൾ വളരെ കൃത്യമായി തന്നെ ഷാർപ്പായി തന്നെ പറയുന്നു. എന്ന് പറയുമ്പോൾ പോലും ഇവർ തമ്മിൽ വലിയ സൗഹൃദമാണ് കേട്ടോ. സ്കേൻ രാഷ്ട്രീയ തർക്കങ്ങൾ. ആഷ്മി, ഒരു നിമിഷം അസിത കൂടി നമുക്കൊപ്പം ചേരുന്നു. അസിത, കണ്ണൂരിൽ നിൽക്കുമ്പോൾ ഈ മലപ്പുറത്തിന്റെ ഈ താളം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? മലപ്പുറത്തൊക്കെ UDF തൂത്തുപാരും എന്ന് പറഞ്ഞവരുമുണ്ട്, LDF അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. കണ്ണൂരിന്റെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ മലപ്പുറത്തെ എങ്ങനെ അനലൈസ് ചെയ്യും? തീർച്ചയായും എന്തായാലും പ്രവചനാതീതമായ സാഹചര്യമാണെന്ന് തോന്നുന്നു. കേരളത്തിന്റെ പൊതുചിത്രത്തിൽ മൊത്തത്തിൽ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. സമ്മിശ്ര പ്രതികരണമാണ്. ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് മനസ്സിലാകാനേ സാധിക്കുന്നില്ല. എസ്കേൻ, അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ മലപ്പുറത്തെ ഒരു പ്രത്യേകതയെ ഞാൻ കണ്ടത് അവിടെ ആളുകൾ വളരെ ആർജവത്തോട് കൂടി അവർ പ്രതികരിക്കുന്നതാണ്. ഇപ്പോൾ ഹാഷ്മിക്കയുടെ പല ലൈവുകളിൽ നമ്മൾ ഇപ്പോൾ തന്നെ കേട്ടല്ലോ, ആളുകൾ അങ്ങനെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. പക്ഷേ കണ്ണൂരിൽ അത് ഇത്തിരി കുറവാണെന്നൊരു സംശയമുണ്ട്. എസ്കേൻ, നമ്മൾ പലയിടത്തും പോകുമ്പോൾ ആളുകൾക്ക് പ്രതികരിക്കാൻ ചെറിയൊരു മടിയുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. പക്ഷേ എന്നാലും ഇവരൊക്കെ പൊളിറ്റിക്കലി തന്നെ ചിന്തിക്കുന്നുണ്ടോ തോന്നുന്നു. ചേട്ടാ, രാവിലെ എവിടേക്ക് പോയി നിൽക്കുക? റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. ഒരു ലോകാരോഗ്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ വന്നതാണ്. ഈ മണ്ഡലത്തിലാണോ? അഴീക്കോട് മണ്ഡലത്തിൽ. അഴീക്കോട് മണ്ഡലത്തിലാണ്. അപ്പോൾ കണ്ണൂർ ജില്ല തന്നെയാണ്. അപ്പോൾ നാളെ കഴിഞ്ഞാൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവാം. എന്താ പ്രതീക്ഷിക്കുന്നത്? ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആലോചിച്ച് നീങ്ങുകയാണെങ്കിൽ ജനങ്ങൾ വികസനത്തോടൊപ്പമാണ് പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാനാണ് സാധ്യതയുള്ളത്. 10 വർഷമായി ഒരു മാറ്റം വേണമെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ടല്ലോ. 10 വർഷമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അഴിമതി തീരെ ഇല്ലാതെ ഒരു മന്ത്രിസഭയാണ് കേരളത്തിലുള്ളത്. അത് ഈ 10 വർഷമായിട്ട് ഒരു മന്ത്രിമാർക്കെതിരെയും അഴിമതി തെളിയിക്കാനോ കണ്ടുപിടിക്കാനോ കഴിഞ്ഞിട്ടില്ല. മുൻ 5 വർഷത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് 12ഓളം അഴിമതി കേസുകൾ ഇപ്പോഴും കോടതിയിൽ വിധി പറയാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആലോചിച്ച് നീങ്ങുന്ന ജനങ്ങൾ LDF സർക്കാരിനെയാണ് തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ ടെസ്കൻ, എന്തായാലും സമ്മിശ്ര പ്രതികരണങ്ങളായി വരുന്നത് തുടർച്ച കുറച്ച് പേര് പറയുന്നുണ്ട്. പക്ഷേ 10 വർഷമായില്ലേ, മാറ്റം വേണമെന്ന് കുറേ ആളുകൾ പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്, ഒന്ന് ചോദിച്ചു നോക്കാം, പ്രതികരിക്കുമെന്ന് അറിയില്ല. ചേച്ചി, ഒന്ന് സംസാരിക്കുമോ? എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തിരിക്കുന്നു, നാളെ കൊട്ടിക്കലാശാണ്. എന്താ ചേച്ചിയുടെ പ്രതീക്ഷ? പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ. ചേച്ചി ഏത് മണ്ഡലോ? പയ്യന്നൂരാണ്. പയ്യന്നൂര് ഇവിടേക്ക് വന്നല്ലേ രാവിലെ? അപ്പോൾ എന്താണ് പയ്യന്നൂരത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? നമുക്ക് അങ്ങനെ അറിയാറില്ല.
ശരി ശരി ഓക്കെ ചേട്ടൻ ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ പറഞ്ഞു കേട്ടോ, ഒരു ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആര് ഭരിക്കും കേരളം അടുത്ത തവണ? ആര് ഭരിക്കും പറഞ്ഞാല് രണ്ടാളും ഭരിക്കുന്നതിപ്പോ പറയുന്നത് അതാ അവസ്ഥ. ചേട്ടൻ എന്താ തോന്നുന്നേ? നമ്മളൊരു കച്ചവടക്കാരല്ലേ നമുക്ക് അസിത ഒരു നിമിഷം അസിത കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അസിത ഇതാണ് വിവരം. അതായത് ഇന്നലെ നമ്മുടെ വിജയനെപ്പോലുള്ള ആൾക്കാർ പറയുന്നു, ഇന്നലെ അസിത ഒട്ടകത്തിന്റെ വേളി കയറിയപ്പോൾ ഞാൻ കുതിരയെ കൊണ്ടുവരാൻ പറഞ്ഞു, അപ്പോൾ രാത്രി പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചു. ഇന്ന് എന്തായിരിക്കും കൈ കിട്ടുക എന്നറിയില്ല. എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? ഒന്ന് ഇറങ്ങി നോക്കണം എസ് കെ. ഇന്ന് എന്തായാലും അവസാനത്തെ ദിവസമാണല്ലോ കണ്ണൂർ, അപ്പോൾ എന്തായാലും എന്തെങ്കിലും വെറൈറ്റി കിട്ടുമെന്ന് നോക്കണം. എന്തായാലും ഇന്നലെ എസ് കെ ആവർത്തിച്ച് പറഞ്ഞല്ലോ കുതിര എന്ന്. അതിന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കുതിരയെ കിട്ടിയില്ല, അപ്പോൾ തൽക്കാലം പാമ്പ് മതിയോ? ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ടല്ലോ, മുയലിനെ കിട്ടിയില്ല, അല്ല തുമ്പിയെ കിട്ടിയില്ല, അതുകൊണ്ട് മുയലിനെ വെടിവെച്ച് പിടിച്ചു എന്ന് പറയുന്നത് പോലെ കുതിരയെ കിട്ടിയില്ല, അപ്പോൾ തൽക്കാലം ഇന്നലെ പാമ്പിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇന്ന് നോക്കാം എസ് കെ, എന്തെങ്കിലും വെറൈറ്റി കിട്ടിയാൽ ഉറപ്പായി കൊണ്ടുവരും. എന്തായാലും കിടിലമായിരുന്നു കേട്ടോ. കാര്യം ഈ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഓക്കെ അസിത സഗീർ, താങ്ക് യു. അതുപോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ജീവിയാണ് സ്കേൻ പാമ്പ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചോറ് പാത്രത്തിൽ ചിലപ്പോൾ ചില കുഞ്ഞ അണലിയൊക്കെ ആയിട്ട് ഓഫീസിൽ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ താങ്ക് യു അസിത സഗീർ. അതുപോലെ മലപ്പുറത്ത് ആഷ്മി താജ് ഇബ്രാഹിം. ഞാൻ ലൈവ് തീരുമ്പോൾ തിരിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു, അതിന്റെ കയ്യിലുണ്ട്, ഞാൻ വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുപോരെ ഇവിടെ ഞാനൊരു പാമ്പും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ആഷ്മി വീണ്ടും ബന്ധപ്പെടാം. അസിത കണ്ണൂരിലേക്ക് വീണ്ടും മടങ്ങി വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.